ഹലോ ഡിയർ ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, വെൽക്കം ബാക്ക് ടു ഗേൾ വിത്ത് വിങ്സ്, ലെറ്റ് യുവർ ഡ്രീം ബി യുവർ വിങ്സ്. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ എന്ന് പറയുന്ന +1 ബയോളജി ചാപ്റ്ററിലെ ഈ ഒരു ടേബിൾ, ബ്ലഡ് ഗ്രൂപ്പിൻ്റെ ഈ ഒരു ടേബിളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതായത് ഈ ടേബിൾ വെച്ച് എങ്ങനെ നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ് മാച്ചിങ് കണ്ടുപിടിക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ബ്ലഡ് ഗ്രൂപ്പ് മാച്ചിങ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്, എക്സാമിനൊക്കെ വരുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഇത് കുറേ പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഒരാൾക്ക് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാൾക്ക് ബ്ലഡ് ലോസ് ആവുകയാണ്, ആൾക്ക് എന്ത് വേണം, ബ്ലഡ് വേണം. അപ്പോൾ അവർക്ക് ആരിൽ നിന്നൊക്കെ എന്ത് ചെയ്യാം, ബ്ലഡിനെ റിസീവ് ചെയ്യാം. അപ്പോൾ ഇത് ബൈ ഹാർട്ട് പഠിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കിത് മനസ്സിലാക്കി എങ്ങനെ പഠിക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതെങ്ങനെ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കി പഠിക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിലോട്ട് പോകുന്നതിന് മുമ്പേ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യം പറയുവാണ്. അതായത് നമുക്കറിയാവുന്ന കാര്യമാണ്, നമുക്ക് 4 ടൈപ്പ് ഓഫ് ബ്ലഡ് ഗ്രൂപ്പാണ് മെയിൻലി ഉള്ളത്. അതായത് നമുക്ക് എ ഗ്രൂപ്പ് ഉണ്ട്, ബി ഗ്രൂപ്പ് ഉണ്ട്, എ ബി ഗ്രൂപ്പ് ഉണ്ട്, അതേപോലെ തന്നെ ഒ ഗ്രൂപ്പ് ഉണ്ട്. എന്തിൻ്റെ ബേസിസിലാണ് നമ്മളിങ്ങനെ എ ഗ്രൂപ്പാണ്, ബി ഗ്രൂപ്പാണ്, എ ബി ഗ്രൂപ്പാണ്, ഒ ഗ്രൂപ്പാണെന്നൊക്കെ പറയുന്നത്? അതൊക്കെ എന്തിൻ്റെ ബേസിസിലാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ബ്ലഡിൽ കാണുന്നത് ഏത് ടൈപ്പ് ആൻറ്റിജനാണ്. അതായത് ഇപ്പോൾ നമ്മളുടെ ബ്ലഡിൽ എ ആൻറ്റിജനാണ് കാണുന്നതെന്ന് വിചാരിക്കുക, അപ്പോൾ അത് എ ഗ്രൂപ്പ് ആയിരിക്കും. അതേപോലെ തന്നെ ബി ആൻറ്റിജൻ ആണെങ്കിൽ അത് ബി ഗ്രൂപ്പ് ആയിരിക്കും. ഇങ്ങനെ 2 ആൻറ്റിജനും കാണുവാണെങ്കിൽ അതെന്തായിരിക്കും, എ ബി ഗ്രൂപ്പ് ആയിരിക്കും. ഒരു ആൻറ്റിജനും കാണുന്നില്ലെങ്കിൽ അതെന്തായിരിക്കും, ഒ ഗ്രൂപ്പ് ആയിരിക്കും. അപ്പോൾ ആൻറ്റിജൻ ഏതാണ്, അതിൻ്റെ ബേസിസിലാണ് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ബ്ലഡിൽ 2 ടൈപ്പ് ഓഫ് ആൻറ്റിജൻസ് ആണുള്ളത്, എ ആൻറ്റിജൻ അല്ലെങ്കിൽ ബി ആൻറ്റിജൻ ആണുള്ളത്. അതേപോലെ തന്നെ ആൻറ്റിബോഡി, എ ആൻറ്റിബോഡി ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ബി ആൻറ്റിബോഡിയും ഉണ്ടായിരിക്കാം. ഈ ആൻറ്റിജൻ കാണുന്നത് എവിടെയാണെന്ന് അറിയാവോ? ആൻറ്റിജൻ കാണുന്നത് നമ്മുടെ ബ്ലഡിലെ RBC ഇല്ലേ, ഈ ഒരു RBCയുടെ മുകളിലാണ് എന്ത് കാണുക, ആൻറ്റിജൻസിനെ കാണുക. അപ്പോൾ ഈ ഒരു ആൻറ്റിജൻ കാണുക RBCയുടെ മുകളിലും. അതേപോലെ തന്നെ ആൻറ്റിബോഡി എവിടെയാണ് കാണുക, നമ്മുടെ ഫ്ലൂയിഡ് പാർട്ടിൽ, അതായത് ബ്ലഡിൻ്റെ ഫ്ലൂയിഡ് പാർട്ടായിട്ടുള്ള പ്ലാസ്മ. അപ്പോൾ ഈ ഒരു പ്ലാസ്മയിലാണ് നമ്മളുടെ എന്തിനെ കാണുക, ആൻറ്റിബോഡീസിനെ കാണുക. അപ്പോൾ പ്ലാസ്മയിൽ ആര് കാണും, ആൻറ്റിബോഡീസ് കാണും. ആൻറ്റിജൻ എവിടെയാണുള്ളത്, RBCയിലാണ് ആൻറ്റിജൻ ഉള്ളത്. അപ്പോൾ ഈ RBCയുടെ മുകളിലുള്ള ഈ ഒരു ആൻറ്റിജൻ ഏതൊരു ആൻറ്റിജനാണ്, എ ആൻറ്റിജൻ ആണോ അതോ ബി ആൻറ്റിജൻ ആണോ, ഇനി രണ്ടും ഉണ്ടോ അതോ ഒന്നുമില്ലേ, അതനുസരിച്ചാണ് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ RBCയിലുള്ള ആൻറ്റിജൻ എ ആണെങ്കിൽ സെയിം ആൻറ്റിബോഡി, അതായത് എ ആൻറ്റിബോഡി പ്ലാസ്മയിൽ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ സെയിം ആൻറ്റിബോഡി ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, അവർ രണ്ടുപേരും കൂടെ കൊയാഗുലേറ്റ് ചെയ്യും. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് എ ആൻറ്റിജൻ ആണെന്ന് വിചാരിക്കുക, സെയിം ആൻറ്റിബോഡിയാണ് നമ്മുടെ പ്ലാസ്മയിലുള്ളതെങ്കിൽ ഇവർ തമ്മിൽ കൊയാഗുലേറ്റ് ചെയ്യും. എന്നിട്ട് ഇവിടെ ബ്ലഡ് ക്ലോട്ടിങ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഏത് ആൻറ്റിജനാണ് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആൻറ്റിബോഡി മാത്രമാണ് ബ്ലഡ് ഉണ്ടാവാൻ പാടുള്ളൂ. ഓക്കെ ആണല്ലോ, നോക്കാം. അപ്പോൾ എ ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ അതിൽ ആൻറ്റിജൻ ഏതാണ് കാണുക, അതിൻ്റെ RBCയുടെ മേലെ എ ആയതുകൊണ്ടാണ് നമുക്ക് എന്ത് വന്നത്, എ ഗ്രൂപ്പ് എന്ന് വന്നത്. അങ്ങനെയാണെങ്കിൽ അയാളുടെ പ്ലാസ്മയിൽ ഏത് ആൻറ്റിബോഡി ആയിരിക്കും ഉണ്ടാവുക, ബി ടൈപ്പ് ആൻറ്റിബോഡി അല്ലേ ഉണ്ടാവുക, അല്ലേ? സെയിം ഉണ്ടാകാൻ പാടുണ്ടോ? ഇല്ല. ഇനി ബി ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിലോ, ആളുടെ RBCയിൽ ഏത് ടൈപ്പ് ഓഫ് ആൻറ്റിജനാണ് കാണുക, ബി ആൻറ്റിജനാണ് കാണുക, ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അയാളുടെ പ്ലാസ്മയിൽ ഏത് ആൻറ്റിബോഡി ആയിരിക്കും ഉണ്ടാവുക, എ ആൻറ്റിബോഡി ആയിരിക്കും ഉണ്ടാവുക. ഇനി എ ബി ബ്ലഡ് ഗ്രൂപ്പ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ അയാളുടെ RBCയിൽ എ ആൻറ്റിജൻ ഉണ്ടായിരിക്കും, ബി ആൻറ്റിജനും ഉണ്ടായിരിക്കും. അപ്പോൾ അയാളുടെ പ്ലാസ്മയിൽ ആൻറ്റിബോഡി ഉണ്ടാവാൻ പാടുണ്ടോ? ഇല്ല, അയാളുടെ പ്ലാസ്മയിൽ ആൻറ്റിബോഡി ഉണ്ടാവാൻ പാടില്ല. ഇനി ഒ ബ്ലഡ് ഗ്രൂപ്പ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അപ്പോൾ അവരുടെ RBCയിൽ ഒരൊറ്റ ആൻറ്റിജനും, അതായത് എ ആൻറ്റിജനും ഉണ്ടാവില്ല, ബി ആൻറ്റിജനും ഉണ്ടാവില്ല. ആളുടെ പ്ലാസ്മയിൽ അപ്പോൾ എന്തൊക്കെ ഉണ്ടാവാം, എ ആൻറ്റിബോഡി ഉണ്ടാവാം, ബി ആൻറ്റിബോഡി ഉണ്ടാവാം. അപ്പോൾ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തുകയാണ്. അപ്പോൾ നമുക്ക് എന്തോ ഒരു ബ്ലഡ് ലോസ് ഒക്കെ ഉണ്ടായിട്ട് നമ്മളൊരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തുകയാണ്. അപ്പോൾ നമുക്ക് ബ്ലഡ് വേണമെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എല്ലായിടത്തും ബ്ലഡ് സ്വീകരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമുക്ക് ബ്ലഡ് മാച്ചിങ് കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, അഗ്ലൂട്ടിനേഷൻ അല്ലെങ്കിൽ ക്ലംപിങ് നടക്കും, അല്ലേ? ബ്ലഡിന് എന്ത് നടക്കും, ക്ലംപിങ് നടക്കും. അതിൽ RBC എന്ത് ചെയ്യും, നശിച്ചു പോകും. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതാണ്, നമ്മുടെ കൊടുക്കുന്ന ആളുടെ, അതായത് ഡോണറിൻ്റെ ആൻറ്റിജനാണ് നോക്കേണ്ടത്. പിന്നെ റെസിപ്പിയൻ്റെ ആൻറ്റിബോഡി.
ഈ ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ നടന്നിട്ടാണ് എന്ത് സംഭവിക്കുന്നത്, അഗ്ലൂട്ടിനേഷൻ അല്ലെങ്കിൽ ക്ലംപിങ് സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കേണ്ട മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എന്താണ്, ഡോണറിൻ്റെ ആൻറ്റിജനും അതേപോലെ തന്നെ റെസിപ്പിയൻ്റ് ആൻറ്റിബോഡി. അപ്പോൾ എന്തൊക്കെയാണ് മെയിനായിട്ട് നോക്കേണ്ടത്, ഡോണറിൻ്റെ ആൻറ്റിജൻ അതേപോലെ തന്നെ റെസിപ്പിയൻ്റ് ആൻറ്റിബോഡി. അപ്പോൾ ഇതെല്ലാവരും മനസ്സിൽ വെക്കുക. എന്താണ് ഡോണറിൻ്റെ ആൻറ്റിജൻ അതേപോലെ തന്നെ റെസിപ്പിയൻ്റ് ആൻറ്റിബോഡി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പം നമുക്ക് എ ബ്ലഡ് ഗ്രൂപ്പുള്ള ഒരാളാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഒരു എ ബ്ലഡ് ഗ്രൂപ്പുള്ള ഒരാൾക്ക് എന്ത് നടന്നു, ഒരു ആക്സിഡൻറ്റ് നടന്നിട്ട് എന്ത് ചെയ്യും, ബ്ലഡ് ലോസായി. അപ്പോൾ ഇയാൾ ആരാണ്, റെസിപ്പിയൻ്റ് അല്ലേ. അപ്പോൾ ഇയാൾ ആരാണ്, റെസിപ്പിയൻ്റ് അല്ലേ. അപ്പോൾ നമ്മൾ ഈ റെസിപ്പിയൻ്റ് എന്ത് നോക്കണമെന്നാണ് പറഞ്ഞത്, ആൻറ്റിബോഡി അല്ലേ. അപ്പോൾ റെസിപ്പിയൻ്റ് ആൻറ്റിബോഡിയാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഈ ഒരു റെസിപ്പിയൻ്റ് ആൻറ്റിബോഡി, അതായത് എ ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ ആൾക്ക് ഏത് ആൻറ്റിബോഡി ആയിരിക്കും ഉണ്ടാവുക, ബി ആൻറ്റിബോഡി ആയിരിക്കില്ലേ. ഓക്കെ, അപ്പോൾ നമുക്കിനി ഏതൊക്കെ ബ്ലഡ് ഗ്രൂപ്പ് ഇയാൾക്ക് സ്വീകരിക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഡോണേഴ്സിന് ഞാൻ എല്ലാ ഗ്രൂപ്പുകാരെയും എടുക്കുകയാണ്. അപ്പോൾ എ ഗ്രൂപ്പുള്ള ആളുണ്ട്, ബി ഗ്രൂപ്പുള്ള ആളുണ്ട്, എ ബി ഗ്രൂപ്പുള്ള ആളുണ്ട്, അതേപോലെ തന്നെ ഒ ഗ്രൂപ്പുള്ള ആളും ഉണ്ട്. അപ്പോൾ ആരിൽ നിന്നൊക്കെ സ്വീകരിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഡോണേഴ്സിൻ്റെ ആരെയാണ് നോക്കേണ്ടത്, ആൻറ്റിജനല്ലേ നോക്കേണ്ടത്. അപ്പോൾ എ ഗ്രൂപ്പിൽ ഏത് ആൻറ്റിജൻ ഉണ്ടാവുക, എ ആൻറ്റിജൻ. ബിയിൽ ആരാ ഉണ്ടാവുക, ബി ആൻറ്റിജൻ. എ ബിയിൽ ആരാ ഉണ്ടാവുക, എ ആൻറ്റിജൻ ഉണ്ടാവും, ബി ആൻറ്റിജൻ ഉണ്ടാവും. ഒയിൽ ആരെങ്കിലും ഉണ്ടാവുമോ, ഒയിൽ ഒരു ആൻറ്റിജനും ഉണ്ടാവില്ല. അപ്പോൾ ഇതിന് ആരെയൊക്കെ സ്വീകരിക്കാൻ പറ്റുമെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. എയും ബിയും നോക്കിക്കേ, എയും ബിയും എന്ത് ചെയ്യുക, കൊയാഗുലേറ്റ് ചെയ്യുമോ, നോക്കിക്കേ എയും ബിയും കൊയാഗുലേറ്റ് ചെയ്യുമോ, ഇല്ല. അപ്പോൾ ഇവൻ എന്ത് ചെയ്യാം, സ്വീകരിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ എ ഗ്രൂപ്പുള്ള ആളുടെ ബ്ലഡ് എന്ത് ചെയ്യാം, സ്വീകരിക്കാൻ പറ്റും. ഇനി നോക്കിക്കേ ബിയും ബിയും എന്ത് ചെയ്യും, കൊയാഗുലേറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ അത് സ്വീകരിക്കാൻ പറ്റുമോ, ഇല്ല. ഇനി ബിയും എ ബിയും സ്വീകരിക്കാൻ പറ്റുമോ, ഇല്ല. കാരണം അതിൻ്റെ അകത്ത് ബി ഉണ്ട്, ബിയുമായിട്ട് എന്ത് ചെയ്യും, കൊയാഗുലേഷൻ നടക്കും. അപ്പോൾ അയാളുടെ ബ്ലഡും എന്ത് ചെയ്യാൻ പറ്റില്ല, സ്വീകരിക്കാൻ പറ്റില്ല. അടുത്തത് ഒ ഗ്രൂപ്പിൽ നോക്കുന്ന സമയത്ത് ഒരൊറ്റ ആൻറ്റിജനും ഇല്ല. അപ്പോൾ ഇവിടെ ആൻറ്റിജൻ ഇല്ലെങ്കിൽ ഇവിടെ കൊയാഗുലേഷൻ നടക്കില്ലല്ലോ. അപ്പോൾ ഒയുടെ ബ്ലഡ് സ്വീകരിക്കാം അല്ലേ. അപ്പോൾ ഈ ഒരു എ ബ്ലഡ് ഗ്രൂപ്പിന് ബ്ലഡ് വേണ്ടി വന്നാൽ ആരിൽ നിന്നൊക്കെ സ്വീകരിക്കാം, എ ഗ്രൂപ്പുള്ള ആളിൽ നിന്ന് സ്വീകരിക്കാം, അതേപോലെ തന്നെ ഒ ഗ്രൂപ്പുള്ള ആളിൽ നിന്നും സ്വീകരിക്കാം. ഇനിയിപ്പോൾ ബി ബ്ലഡ് ഗ്രൂപ്പുള്ള ഒരാളാണെന്ന് വിചാരിക്കുക, അയാൾക്കാണ് ബ്ലഡ് ലോസ് ഉണ്ടായത്. അപ്പോൾ ആരിൽ നിന്നൊക്കെ സ്വീകരിക്കാം, എങ്ങനെ അത് നമ്മൾ നോക്കുക, ഇയാളുടെ ആൻറ്റിബോഡിയാണ് റിയാക്ട് ചെയ്യുക. അപ്പോൾ ഇയാളുടെ ആൻറ്റിബോഡി എന്ന് പറയുന്നത് എ ആയിരിക്കും. അപ്പോൾ ഇവിടെ എയുടെ കാര്യത്തിൽ എ ഉണ്ടാവും, ബിയുടെ കാര്യത്തിൽ ബി ആൻഡ് എ ബിയുടെ കാര്യത്തിൽ എയും ഉണ്ടാവും, ബിയും ഉണ്ടാവും. അപ്പോൾ ഇവിടെ നോക്കി എയുടെ കാര്യത്തിൽ സ്വീകരിക്കാൻ പറ്റുമോ, ഇല്ല, അവിടെ കൊയാഗുലേഷൻ സംഭവിക്കും. ഇനി ബിയുടെ കേസ് നോക്കിക്കേ, അവിടെ സ്വീകരിക്കാൻ പറ്റും, അവിടെ സ്വീകരിക്കാൻ പറ്റും. അപ്പോൾ ബി ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ആൾക്ക് പറ്റും. പക്ഷേ എ ബി ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ആൾക്ക് പറ്റുമോ, ഇല്ല, അവിടെ എന്ത് നടക്കും, കൊയാഗുലേഷൻ നടക്കുമല്ലേ. പിന്നെ ഒ ബ്ലഡ് ഗ്രൂപ്പുള്ള ആൾക്ക് എന്ത് പറ്റും, അവർക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആർക്കൊക്കെ ഡൊണേറ്റ് ചെയ്യാം, ഇവിടെ ബിക്കും ഡൊണേറ്റ് ചെയ്യാം ആൻഡ് ഒയ്ക്കും ഡൊണേറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ബ്ലഡ് ഗ്രൂപ്പിംഗ് ചെക്ക് ചെയ്യുക. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താഴെ കമൻറ്റ് ചെയ്യാം. ഞാൻ നിങ്ങളുടെ എല്ലാ ഡൗട്ടുകൾക്കും ആൻസർ തരുന്നതായിരിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.